അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ജനക്ഷേമത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. എപ്പിസോഡ് ദമാം സ്റ്റുഡിയോയിലാണ് നമ്മളുള്ളത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പ്രവാസികളുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങളാണ് ജനക്ഷേമത്തിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്തത്. നമുക്ക് ഷെയർ ചെയ്തു തന്നിട്ടുള്ളത് ബഹുമാന്യനായ ലത്തീഫ് തെച്ചീസ് സാഹിബാണ്. അദ്ദേഹം റിയാദിലാണ്. നിങ്ങൾക്കറിയാം, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ലത്തീഫ് സാഹിബിനെയും ഞാൻ പീസ് റേഡിയോ ടീമിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഇന്ന് അറിയേണ്ട വിഷയത്തിലേക്ക് നമുക്ക് പോകാം. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ജോലി സ്ഥലത്ത് വരിച്ചുണ്ടാകുന്ന അപകടങ്ങളുണ്ടാവും. ചിലപ്പോൾ അപകടത്തിൽ മരണപ്പെടും. അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തി ചെയ്യേണ്ടത് എന്താണ്? ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ടത്, തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പെട്ടെന്ന് പരാതി കൊടുക്കണം. പിന്നെ ഫോർമാലിറ്റി എന്നുള്ളവർക്ക് ഇന്ത്യൻ എംബസിനെ അറിയിക്കണം. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തെന്ന് വെച്ചാൽ നിയമം അനുസരിച്ചുള്ള എല്ലാ സപ്പോർട്ടും പ്രൊട്ടക്ഷനും ഇവർ തരും. പിന്നെ സ്വാഭാവികമായിട്ടും എംബസിയും കൂടി ഇൻവോൾവ് ആകുമ്പോൾ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റും. ഇപ്പോൾ ഒരു പിടിച്ചുപറിയുണ്ടായി, അല്ലെങ്കിൽ ഇക്കാമ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഒരു ഭീഷണി ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി, റിക്കാർഡിക്കലി രേഖാമൂലം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ ആക്ഷൻ ഗവൺമെൻറ് 100% എടുക്കും. ഇവിടെ എന്താ അറിയോ, പോലീസ് സ്റ്റേഷനിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയായിരിക്കും. അപ്പോൾ മിക്കവാറും ആൾക്കാർ അവർ ഒഴിവാക്കാനാണ് നോക്കുക. അതിൽ പേടിക്കാനുണ്ടോ? ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ ഇല്ല, ഒരിക്കലും നോക്കൂ. അതിൽ ഇപ്പോൾ നമുക്ക് തീരെ അറബി അറിയാത്ത ഒരാളാണെങ്കിൽ നമ്മൾ അറിയുന്ന ഒരാളെ കൂട്ടാം. ഇല്ലെങ്കിൽ നമ്മളെ പ്രശ്നം 1 2 3 അറബിയിൽ എഴുതിച്ചു കൊണ്ടുപോകാം. എന്നിട്ടല്ല അവിടെ ചെന്നിട്ട് ഫോൺ ചെയ്തിട്ട് കൊടുക്കാം. എവിടെയും നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മുമ്പ് ഒരു ട്രാവൽ ബാൻ ഉണ്ടായിരുന്നു. ഒരു 3.5 കൊല്ലം ഞാൻ നാട്ടിൽ പോകാൻ പറ്റാതെ പെട്ടിരുന്നു. അതൊരു വലിയ കഥയാണ്. മലപ്പുറം സ്വദേശിയായ ഒരു സഹോദരൻ, അദ്ദേഹം ഒരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ക്ലീനിങ് ജോലി. അപ്പോൾ ആ കമ്പനിയുടെ ഉടമ ഒരു സൗദി, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈജിപ്തുകാരിയായിരുന്നു. സൗദി മരിച്ചപ്പോൾ ഇവർ ഈജിപ്തിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടു. പിന്നെ അദ്ദേഹം ഒരു കാറ് കഴുകുന്ന ഒരു കമ്പനിയിൽ പിന്നെ പോയി ജോലി ചെയ്തു. അവിടെ ഒരാൾ കാറ് കഴുകാൻ വേണ്ടി കൊടുത്തു. കാറ് കഴുകാൻ വേണ്ടി കൊടുത്തത് ഒരു ലാൻഡ് ക്രൂസർ കാറായിരുന്നു. അങ്ങനെ കഴുകാൻ കൊടുത്തിട്ട് അയാൾ താക്കോലും കൊടുത്ത് അയാൾ പോയി. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, ഈ കാറ് എൻ്റെ സഹോദരൻ്റെതാണ്, അദ്ദേഹം പോകുന്ന വഴിക്ക് ആക്സിഡൻ്റ് ആയി ഹോസ്പിറ്റലിലാണ്, താക്കോല് തരണം എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ താക്കോല് തരില്ല, ഒരു മുസ്ലിം സഹോദരനായിരുന്നു, താക്കോല് തരാൻ പറ്റില്ല എന്ന്. അപ്പോൾ അയാൾ എന്ത് ഫോൺ ചെയ്തിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഈ വന്നിരിക്കുന്നത് ഇന്ന കറുത്ത പാൻറ്റിട്ട് ഷർട്ടിട്ട് താടി വെച്ച ഒരാളാണ്, കണ്ണട വെച്ചിട്ടുണ്ട്, എൻ്റെ അനിയനാണ് കൊടുക്കുന്നത് പറഞ്ഞു. ഈ കാറ് വാങ്ങി ആൾ പോയി. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ യഥാർത്ഥ കാറിൻ്റെ ഉടമ വന്നിട്ട് ഇതിൻ്റെ കാർ എവിടെയാണ്. അപ്പോൾ അവിടെ നിന്ന് ചതിക്കപ്പെട്ടായിരുന്നു. അപ്പോൾ എന്നെ കാറിൻ്റെ ഉടമ എവിടെയെന്ന് ചോദിച്ചപ്പോൾ കാറ് കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ കാറിൻ്റെ ഉടമ സൗദി, അദ്ദേഹം പോയി നസീം പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. കാറ് മിസ്സിംഗ് ആണ്, ഇവനാണ് ആൾ. ഇദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുപോയി നസീം പോലീസ് സ്റ്റേഷനിൽ വെച്ചു. 90 ദിവസം FIR എഴുതി ഈ സാധുവിനെ വെച്ചു. നിരപരാധിയായ ആളെ, കഫീൽ മരിച്ചുപോയി, വക്കീലോ മറ്റാരും അറിയുന്നില്ല, എംബസി ഉദ്യോഗസ്ഥരും ചെന്നില്ല. ഇയാളെ നേരെ മലാസിലെ ജയിലിലേക്ക് മാറ്റി. അങ്ങനെ 6 കൊല്ലവും 5 മാസവും കഴിഞ്ഞ് ഒരു ദിവസം ഇദ്ദേഹം ഒരു പിന്നെ യമനികളുടെ ഒരു തോപ്പും ഒരു പ്ലാസ്റ്റിക് കേസിൽ കുറേ ഡ്രസ്സുമായിട്ട് ജയിലിൽ നിന്ന് ട്രാവൽ ബാൻ എന്നുള്ള ഒരു പേപ്പറും കൊടുത്ത് ജയിലിൽ നിന്ന് ഇറക്കി വിട്ടു ഇദ്ദേഹത്തെ. അങ്ങനെ മലാസ് ജയിലിൻ്റെ അടുക്ക് സൈഡിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനായ റഷീദ് പൂക്കാട്ടുപടി, നമ്മളെ പ്ലീസ് ഇന്ത്യയുടെയൊക്കെ ഡിപ്ലോമാറ്റിക് യൂണിറ്റിലുണ്ടായിരുന്നു, ടാക്സി ആയിട്ട് ബത്തേലേക്ക് പോകുമ്പോൾ കിധർ ജാനാന്ന് ചോദിച്ചു ഇയാളോട്. അപ്പോൾ ഇയാൾ പറഞ്ഞു, കിധർ ജാനേക്കാ മുझे മാലൂം നെയ്. അപ്പോൾ റഷീദ് ചോദിച്ചു, ബോലോ ഭായി 10 റിയാൽ തും കിധർ ജായേഗാ. അപ്പോൾ അയാൾ പറഞ്ഞു, മുझे മാലൂം നെയ് കിധർ ജാ. അപ്പോൾ റഷീദിനൊരു അത്ഭുതം, എന്താ സംഭവിച്ചത്? അപ്പോൾ റഷീദ് പറഞ്ഞു, നിങ്ങൾ പറയൂ, അല്ല കിധർ ജാനാ ബോൽ ഭായി തും കിധർ കാ ഹൈ, मैं കേരളക്കാവും എന്ന് പറയുമ്പോൾ മലയാളി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്താ സംഭവം ചോദിച്ചാൽ, ഞാൻ ജയിലിൽ നിന്ന് വരികയാണ്, 6 കൊല്ലം 5 മാസമായി ജയിലിലായിരുന്നു, ഇങ്ങനെ ഒരു പ്രശ്നത്തിലാണ്, പേപ്പർ ഉണ്ട് ചോദിച്ചപ്പോൾ ഒരു ട്രാവൽ ബാൻ്റെ പേപ്പർ മാത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റഷീദ് എന്നെ വിളിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, പേടിക്കേണ്ട, നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറഞ്ഞു. വ്യാഴാഴ്ച കൊണ്ടുവന്നു ഒരു മുഹമ്മദ് കോയ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ്റെ റൂമിലാക്കി. വ്യാഴവും വെള്ളിയും ശനിയും കഴിഞ്ഞു. ഞായറാഴ്ച ഞാൻ ധീരയിലെ മഹ്കമൽ കുബ്രയിലെ ജനറൽ കോർട്ടിലെ 32-ാം നമ്പർ ഫ്ലോറിൽ 35-ാം നമ്പർ റൂമിൽ ഡോക്ടർ അബ്ദുള്ള അൽ ജഹനി എന്ന് പറയുന്ന ജഡ്ജിൻ്റെ ചേംബറിലാണ് ഈ കേസ് ഉള്ളത്. ഞാൻ ഈ ആളെയും കൂട്ടി അവിടെ ഹാജരായി കോടതിയിൽ. അദ്ദേഹത്തെ കോടതിയിൽ പോയി ഹാജരായി നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് ട്രാവൽ ബാനുണ്ട്, 1,15,000 റിയാൽ നഷ്ടപ്പെട്ടു പോയ കാറിൻ്റെ ഉടമ പൈസ വേണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ 1 വർഷം കേസ് നടത്തി, യാതൊരു രക്ഷയില്ല. ആ സമയത്താണ് ദുബായിൽ ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ മരുഭൂമിയിലെ തണൽ മകൻ്റെ ജീവചരിത്ര പുസ്തകം ഇറങ്ങുന്ന ഒരു പരിപാടിക്ക് പോകാൻ വേണ്ടി നമ്മൾ നിൽക്കുന്ന സമയത്ത്
ഇദ്ദേഹത്തെ നമ്മൾ എന്ത് ചെയ്തേക്ക് ഇവിടുന്ന് പ്രവാസി സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ പിരിവൊക്കെ എടുത്ത് ടിക്കറ്റൊക്കെ എടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനെ റാഫി ബാങ്കോൻ്റെ നേതൃത്വത്തിൽ തർഹീൽ എക്സിറ്റ് അടിച്ച് ഈ അഡ്വക്കേറ്റ് മുരളി അടക്കമുള്ള ഒരുപാട് ആളുകൾ സഹായിച്ച് നമ്മൾ നാട്ടിലേക്ക് കയറ്റിവിട്ടു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ട്രാവൽ ബാൻ എന്ത് ചെയ്തേക്കണ് കോടതി എനിക്കിട്ടിരിക്കണം. അപ്പോൾ ഞാനിത് അറിയുന്നില്ല. അപ്പോൾ എന്നോട് ജഡ്ജി ഒരു ദിവസം ഒരു ഫെബ്രുവരി ഒരു കൊല്ലമായ സമയത്ത് ഡോക്ടർ അബ്ദുള്ള അൽ ജൈനി ചോദിച്ചു എന്താ അദ്ദേഹം പറയുന്നത് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു അദ്ദേഹം നാട്ടിൽ പോയിട്ട് 21 വർഷമായി, ഒരു പ്രാവശ്യം പോലും പോയിട്ടില്ല. വയസ്സായ അമ്മയെ കാണണം, മരിക്കുന്നതിന് മുമ്പ് എൻ്റെ അമ്മയെ കാണാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിൻ്റെ യേശുഗുല എൻ്റെ തീരുമാനം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അന വക്കീൽ അന മസൂൽ എന്ന് പറഞ്ഞ് ഞാൻ ഈ കാമെടുത്തു വക്കീൽ. പക്ഷേ വക്കീലിന് പകരം അവരെന്ത് ചെയ്ത് കഫീലിന് എഴുതിക്കാതെ. അപ്പോൾ ഈ 1,15,000 റിയാലിൽ ലാൻഡ് ക്രൂസർ കാറിൻ്റെ ഉത്തരവാദിത്വം എൻ്റെ തലയിലേക്ക് വന്നു. അങ്ങനെയാണ് എനിക്ക് ട്രാവൽ ബാൻ എൻ്റെ ജീവചരിത്ര പുസ്തകം ഷാർജയിൽ ബുക്ക് ഫെയറിൽ ഇറങ്ങുമ്പോൾ എനിക്ക് പോകാൻ പറ്റാതെ ഞാൻ ട്രാവൽ ബാനിൽ കുടുങ്ങി റിയാദിൽ ഒറ്റപ്പെട്ടു പോയി ചെയ്തു. പിന്നീട് കേസ് നടത്തി, നീണ്ട വർഷങ്ങളോളം കേസ് നടത്തി. ഈ ഒരു 3.5 വർഷം നാട്ടിൽ പോയിരുന്ന എനിക്ക് 3.5 വർഷം നാട്ടിൽ പോകാൻ പറ്റാതെ ട്രാവൽ ബാൻ വന്നു. ഒരു നയാ പൈസയും കുടുംബത്തിന് പോകാൻ പറ്റുമോ? ഓർക്കോ പറ്റുമോ? ആരും പോയില്ല. എന്നോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് വൈഫ് മക്കളൊന്നും പോയില്ല. ഉമ്മയുടെ പ്രാർത്ഥനയായി ഉമ്മ MLA കണ്ടു, MP കണ്ടു, പരാതി കൊടുത്തു, സൗദി കോടതിയൊക്കെ പോയി. പക്ഷേ അള്ളാഹുവിൻ്റെ തൗഫീഖോട് കൂടി അയാൾ നിരപരാധിയാണെന്നും കാറ് കട്ടിട്ടില്ല എന്നും ഞാൻ 5 പൈസ കൊടുക്കണ്ട എന്നുള്ള അനുകൂലമായൊരു വിധി അൽഹംദുലില്ലാഹ് കിട്ടി. ബൈത്തുൽ മാലിൽ നിന്ന്, സൽമാൻ രാജാവിൻ്റെ ബൈത്തുൽ മാലിൽ നിന്ന് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള 1,15,000 റിയാലിന് പകരമായി ഉള്ള പൈസ കൊടുത്തുകൊണ്ട് എനിക്ക് ജാമ്യം കിട്ടി എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വലിയൊരു നീതി വന്നില്ലേ. നീതിക്ക് വേണ്ടി നടത്തിയ പോരാട്ടം വിജയം കണ്ടു. ഇതുപോലുള്ള ചില കേസ് ഇതിലൊക്കെ ചെന്ന് നമ്മൾ പെടും അല്ലേ, നമ്മളൊന്നും അറിയാതെ ചില കേസ് സ്വാഭാവികമാണ്. കാരണം എന്താണെന്നറിയോ, അതായത് നമ്മളെ ചുറ്റുവട്ടത്തും എന്ത് നടക്കുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവില്ല. പക്ഷെ എന്തിനേയും പഠിക്കാനും എന്തിനേയും നേരിടാനും എന്തിനേയും അപ്രോച്ച് ചെയ്യാനും ഫേസ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അവിടെ ഞാൻ മനസ്സിലാക്കി നമ്മൾ ഇടുക്കത്തെ അള്ളാഹു നമുക്ക് വിശാലമാക്കി തരും, വഴികൾ നമുക്ക് തുറന്നു തരും, അറിവില്ലാത്ത കാര്യങ്ങൾ നമുക്ക് അറിയിച്ചു തരും. ഒരാളുടെ എക്സാക്ട്ലി നമുക്കിപ്പോൾ ജബ്ബാർ സാഹിബ് നമ്മളോട് ഒരാൾ സഹായം തേടി വരികയാണ്, ഞാൻ കടത്തിലാണ്, എനിക്ക് പലിശ കൊടുക്കണം, എനിക്ക് വീടില്ല എന്നിട്ട് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് എത്ര രൂപ ശമ്പളം കിട്ടും, എത്ര രൂപ ചെലവ് വരും, എന്താണ് കടം, ലോൺ എടുത്തതാണോ, പലിശയുണ്ടോ എങ്കിൽ അതിനെ നമ്മൾ കൂട്ടിക്കീച്ച് ഒരു കൊല്ലത്തെ ഒരു നല്ല ഫൈനാൻസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി കൊടുത്താൽ അദ്ദേഹത്തെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ എത്രയോ ഹൗസ് ഡ്രൈവർമാർ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. കാരണം നാട്ടിൽ ലോണുണ്ട്, മക്കൾ പഠിക്കുന്നുണ്ട്, അമ്മ രോഗിയാണ്, വാടക വീട്ടിലാണ്, രക്ഷപ്പെടുന്നില്ല. അപ്പം എനിക്ക് എത്ര കിട്ടും? 1,800 കിട്ടുന്നുണ്ട്. അപ്പം ഈ 1,800 എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോഴാണ് ഡിസോർഡറാണ്, ഒന്നും അറിയില്ല, അവന് വ്യക്തമായൊരു പ്ലാനിങ് ഇല്ല. ഈ 1,800 അവൻ്റെ ഫുഡും അവൻ്റെ ഇൻ്റർനെറ്റും അവൻ്റെ സോപ്പും ഒരു 300-400 കഴിച്ചാലും 1,400 ബാക്കിയുണ്ട്. ശരി, 400 വീട്ടിൽ ചെലവിന് അയച്ചു കൊടുക്കുക, 1000 ബാക്കിയുണ്ട്. 10 മാസം ഈ 1000 വെച്ച 10,000 വന്നു, കടം വീട്ടാൻ പറ്റും. അങ്ങനെ ഒരു വ്യക്തമായ ഫൈനാൻസ് മാനേജ്മെന്റ് കിട്ടാത്തതിൻ്റെ പേരിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരുപാട് പ്രവാസികളെ കാണാൻ പറ്റിയില്ല. അത് സങ്കടകരാണ്, ദുഃഖകരാണ്. പക്ഷെ അവർക്കൊരു വ്യക്തമായ ഗൈഡൻസ്, ഒരു അവയർനെസ്, ഒന്ന് കൈപിടിച്ച് ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ഈ പേടിക്കണ്ടടോ, ഞങ്ങളുണ്ട് കൂടെ, ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ജീവിതമാണ് അവർക്ക്. അത് പ്രവാസ ലോകത്ത് നിന്ന് എല്ലാവർക്കും ചെയ്തു കൊടുക്കാൻ പറ്റും ഒരവസ്ഥയാണ്. ആരാണ് X or Y, ഏത് രാജ്യക്കാരനോ, ഏത് മതക്കാരനോ, ഏത് ദേശക്കാരനോ, ഏത് ഭാഷക്കാരനോ, ഇനി മദ്യപിക്കുന്നവനോ ആയിക്കോട്ടെ, പുകവലിക്കുന്നവനായിക്കോട്ടെ, അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് പഠിച്ചോനെ ഞങ്ങൾ ഈ സഹായിക്കണം, ഒരു ഹിദായത്തിൻ്റെ മാർഗം, ഒരു രക്ഷയുടെ മാർഗം എന്ന് പറഞ്ഞ് ഒരു ആശ്ലേഷണവും ഒരു പിന്നെ സലാം പറച്ചിലും ഒരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ അത് പടച്ചോൻ കേട്ടാൽ പോരെ രക്ഷപ്പെടാൻ. അങ്ങനെ എത്ര ആയിരങ്ങളല്ല 10,000 സൗജന്യമായ നിയമസഹായം ചെയ്തു കൊടുത്തുകൊണ്ട്, സാമ്പത്തികമായ ടിക്കറ്റിന് പിരിവെടുത്തുകൊണ്ട്, വീടില്ലാത്തവന് കടം വീട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും സഹായത്തോടു കൂടി പ്രാദേശിക കൂട്ടായ്മകൾ, സന്നദ്ധ സംഘടനകൾ, എംബസി വളണ്ടിയർമാർ, സദക്കയും ഹദിയും സക്കാത്തും കൊടുക്കുന്ന ഒരുപാട് ആളുകൾ വീൽ ചെയർ വാങ്ങിക്കൊടുത്തും ഒത്തിരി ആളുകളെ സഹായിക്കാൻ പ്ലീസ് ഇന്ത്യക്ക് സാധിച്ചിട്ടുള്ളത് അഭിമാനത്തോടു കൂടി ഓർക്കാൻ പറ്റുന്ന വലിയൊരു കാര്യം. തക്കബലല്ല, ഇതൊക്കെ സൽക്കർമ്മങ്ങളായിട്ട് അള്ളാഹു സ്വീകരിക്കും. ഒറ്റ പ്രാർത്ഥന അത് മാത്രമാണ്. കാരണം കുറേ പത്രങ്ങളിലും കുറേ TV-യിലൊക്കെ വരുമ്പോൾ പബ്ലിസിറ്റിയാണ്, ലോകമാന്യം വരും. ഒരിക്കലില്ല. പക്ഷെ അള്ളാഹുവിൻ്റെ വചനു വേണ്ടി, നിന്റെ ലിക്കാഹിന് വേണ്ടി, നിന്റെ തൃപ്തിക്ക് വേണ്ടി അടിമകളോട് കാണിച്ച നീ തന്ന ഔദാര്യം ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയതിനെ ഞങ്ങൾ ചെയ്യുന്നു, അത് നീ തക്കബലാക്കണേ, സ്വീകരിക്കണം. ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ നമുക്കുള്ളൂ. ഇവിടെ ലത്തീഫ് സാഹിബ് പീസ് റേഡിയോയെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ പോകുന്നല്ലേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് പിന്നെ അറിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാലും ഞാൻ പറയാം, ഈ ഒരു അവസരത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് വെച്ചാൽ ഇതുപോലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങൾ നികത്തി കൊടുക്കാൻ പീസ് റേഡിയോ പല പ്രോഗ്രാമുണ്ട്, ലൈവ് പ്രോഗ്രാമുണ്ട്. അതിലൊന്നാണ് സ്നേഹക്കൂട്. വെരി ഗുഡ്. സ്നേഹക്കൂട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നെ പേര് പോലെ തന്നെ
ജീവിതത്തിൽ പ്രയാസങ്ങൾ, പല രീതിയിലുള്ള പ്രയാസങ്ങൾ, പ്രത്യേകിച്ച് ദാമ്പത്തിക വിഷയങ്ങളിൽ വരുന്ന പ്രയാസങ്ങൾ, അതല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസത്തിൽ മക്കൾ വഴിതെറ്റുന്നതിലുള്ള പ്രയാസങ്ങൾ, കുടുംബത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രയാസങ്ങൾ, ഇതൊക്കെ അവർ ഒരു വ്യക്തി ഇപ്പോൾ എനിക്കെന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ പീസ് റേഡിയോൻ്റെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി എൻ്റെ പേര് കൊടുത്തതിന് ശേഷം ഞാൻ പറയാണ് നിങ്ങൾ ഇങ്ങനൊരു പ്രയാസം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് പീസ് റേഡിയോ ടീം അതിൻ്റെ ഒരു പ്രത്യേക ഈ കൗൺസിലിംഗ് അറിയുന്ന വിഭാഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവരവരുടെ അഭിമാനം ഒരിക്കലും കളയാതെ ആ കേസ് പഠിച്ച് ആ കേസിന് വേണ്ട കാര്യങ്ങൾ പരിഹാരം പറഞ്ഞു കൊടുത്ത് നേരിട്ട് കാണേണ്ടവരാണ് വിളിച്ച് അവരെ പോയി കണ്ട് പരിഹരിക്കുന്ന ഒരു സ്നേഹക്കൂടി. എനിക്ക് തോന്നുന്നു പീസ് റേഡിയോ പ്രോഗ്രാമുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുകൾ, കുറേ ഫീഡ്ബാക്കുകൾ വരുന്ന ഒരു പ്രോഗ്രാം ഞാൻ ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞപ്പോൾ സമാനമായ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കുറേ കഴിയുമ്പോൾ അറിയാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ഒരു ഏരിയയിലേക്ക് പോകുമ്പോൾ നമ്മളിപ്പോൾ അപകടങ്ങളെക്കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മളുടെ ഇടയിൽ ഉണ്ടാവുന്നതാണ് ഈ അടിപിടി കേസുകൾ. ഈ ഇത്തരം കേസുകൾ, അടിപിടികൾ വരാതിരിക്കട്ടെ, പക്ഷേ അടിപിടികളൊക്കെ വരുമ്പോൾ നമുക്ക് മനുഷ്യനാണ് ചിലപ്പം പെട്ടെന്ന് ദേഷ്യം വരാൻ പാടില്ല എന്നുള്ളതൊക്കെയാണ്. പക്ഷേ എന്നാലും ദേഷ്യം പെട്ട് അങ്ങോട്ടും അടിപിടി കേസുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നല്ല പര്യവസാനം ആവണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യുന്നത്? ഇതിൽ നോക്കൂ, നമ്മൾ ജീവിക്കുന്ന രാജ്യത്തിൻ്റെ ഭൂമികയുടെ യഥാർത്ഥ വശം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ വിരുദ്ധമായ ആരെന്ത് ചെയ്ത് അവർ നിയമത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആക്ഷൻ ഉണ്ടാവും എന്ന് സ്വാഭാവികമാണ്. അപ്പോൾ അടിപിടി കൂടി ഒരു ബ്ലഡ് ഒരാളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവൻ പോയി പരാതി കൊടുത്തു കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ സ്വാഭാവികമായിട്ടും അത് കേസാവും. അപ്പോൾ അടി കൊണ്ടവനും കൊടുങ്ങും, അടിച്ചവനും കൊടുങ്ങും. അപ്പോൾ നിയമത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ അതിനെ കോംപ്രമൈസ് ചെയ്യാനാണ് നമ്മൾ സാധാരണ ശ്രമിക്കാറുള്ളത്. അതിന് രണ്ട് രീതിയുണ്ട്. ഒന്ന്, പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പരാതി കൊടുത്തുകൊണ്ട് പരാതിക്കാരനും ആർക്കെതിരാണ് പരാതി കൊടുത്തത് വാദിയും പ്രതിയും ഹാജരാക്കി അവിടെ നിന്ന് കോംപ്രമൈസ് ചെയ്താൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടും. അതല്ലെങ്കിൽ എന്താൽ പരാതി കൊടുത്തവനോട് ഹോസ്പിറ്റലിൽ പോയി റിപ്പോർട്ട് കൊണ്ടുവരാൻ പറയും. അടി കിട്ടി, ചോര വന്നു, മുറിവാണ്. ആ തെളിവും വെച്ചുകൊണ്ട് അവർ FIR എഴുതി നേരെ നിയാബയിലേക്ക് പോയാൽ ഈ അടിച്ചവൻ ഓൻ ചിലപ്പോൾ കുറ്റക്കാരനാക്കില്ല, പറ്റും ഒരു സെക്കൻഡിലോ ഒരു മിനിറ്റിലോ വന്നതായിരിക്കും. നേരെ പ്രോസിക്യൂഷൻ മുഖേന നിയാബ പ്രഥമ കോടതിയിലേക്ക് പോയി ജയിലിലേക്ക് മാറ്റപ്പെടുന്ന, അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിലേക്ക് മാറ്റപ്പെടുന്ന ഒരു അവസ്ഥ വരും. അവിടെ നമ്മൾ സൂക്ഷിക്കേണ്ടത് കോംപ്രമൈസിനാണ് നമ്മൾ ക്ഷമിക്കണം. എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ ഏത് മനുഷ്യന്റെ ഉള്ളിലും സ്നേഹത്തിന്റെ ഒരു ക്ഷോഭത്തിൽ സംഭവിച്ചു പോയതാന്ന് പറഞ്ഞാൽ മാപ്പാക്കാത്ത ഒരു മനുഷ്യന് ലോകത്തില്ല. കാരണം കോടാനക്കോടി ജനങ്ങളെ സംരക്ഷിക്കുന്ന പടച്ചോനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന് ഒരു നല്ല മനസ്സിട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ വലിയ ആനക്കാര്യമൊന്നും അല്ലല്ലോ. അപ്പോൾ അള്ളാഹിനെ സംബന്ധിച്ച ഔദാര്യം നന്നായിട്ട് മനുഷ്യർക്ക് ചെയ്തു കൊടുക്കുക. അപ്പോൾ നമ്മൾ ശ്രമിക്കുക. ഇനി ഒരു അബദ്ധത്തിൽ വന്ന് തെറ്റുപോയിട്ടെങ്കിൽ എന്തിനാ ക്ഷമ ചോദിച്ചുകൊണ്ട് ആ പോലീസ് സ്റ്റേഷനിലാണെങ്കിലും നമുക്ക് മാതൃക ഉണ്ടല്ലോ. അലി റളിയല്ലാഹുവിന്റെ ചരിത്രം വരെ അറിയാലോ. മുഖത്തൊക്കെ തുപ്പിയപ്പോൾ വ്യക്തിപരമായിട്ട് വന്നപ്പോൾ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പോകാന്നുള്ള അത് നോക്കൂ. ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരുപക്ഷെ ഈ മണ്ണിന്റെ പ്രത്യേകതയായിരിക്കും, അല്ലെങ്കിൽ രാജ്യത്തിന്റെ സ്വാഭാവികം, അല്ലെങ്കിൽ റസൂലിന് ഇസ്ലാമിക ഭരണം നടപ്പിലാക്കിയ മദീനയുടെ ചാരത്തുള്ളത് കൊണ്ടായിരിക്കാം. ഇവിടെ അങ്ങനെ ഒരു മനസ്സാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു അവസരങ്ങൾ കിട്ടുന്നുണ്ട്. കാരണം നിങ്ങൾ പറഞ്ഞല്ലോ, ഒരുപാട് ആളുകൾ സഹായം തേടി നമ്മളെടുത്ത് എത്തുമ്പോൾ നമ്മൾ ദേഷ്യം പിടിക്കാത്ത നല്ലൊരു മനസ്സോട് കൂടി അയാളെ കേൾക്കാൻ തയ്യാറായാൽ, ആ പ്രശ്നം പഠിക്കാൻ മനസ്സിലാൽ, സ്വാഭാവികമായിട്ടും അയാൾ നമ്മളെടുത്ത് വന്നത് ഏത് മനസ്സോട് കൂടിയാണോ? അല്ല, നല്ലൊരു സുന്ദരമായ ക്ഷമയുടെ, സ്നേഹത്തിന്റെ, ഔദാര്യത്തിന്റെ, കാരുണ്യത്തിന്റെ ഉത്തമമായ ഒരു മാതൃകയായി അയാൾക്ക് ജീവിതത്തിൽ തിരിച്ചു പോകാൻ പറ്റുന്നുള്ള ഒരു അത്ഭുതമാണ്. കേട്ടാൽ തന്നെ കുറേ പ്രയാസം. എക്സാക്ട്ലി. അതിന് നമ്മൾ മനസ്സ് കൊടുക്കണം. അതായത് ഇതിന് എന്തിനേയും അപ്രോച്ച് ചെയ്യാനും എന്ത് സങ്കടങ്ങൾ, ഒരു മനുഷ്യനുള്ളത് എനിക്ക് സംഘങ്ങളുണ്ടാവും, എനിക്ക് കുറ്റങ്ങളുണ്ടാവും, കുറവുകളുണ്ടാവും, പരാതികളുണ്ടാവും, എന്നെപ്പറ്റി ആളുകൾക്ക് പലതും പറയാനുണ്ടാവും. പക്ഷേ അതിനെയൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് കണ്ടിട്ട് അതിന് നമ്മൾ നിന്ന് കൊടുത്താൽ, ഒന്ന് കേട്ടുകൊടുത്താൽ, ഒന്ന് ആശ്വസിപ്പിച്ചാൽ, അല്ലെങ്കിൽ ഒന്ന് കരഞ്ഞ് പടച്ചവനോട് റബ്ബേ നീ സഹായിക്ക്, നീ അല്ലാതെ ആരുമില്ല എന്ന് നമുക്കറിയാലോ. ഒരു ദിവസം ഒരു അസമയത്ത് മദീനത്തെ പള്ളിയിൽ വന്നപ്പോൾ റസൂലുള്ളാഹി ഞങ്ങൾ ഒരു കൂട്ടുകാരനായ സഹാബിനെ കണ്ടു. അപ്പോൾ ചോദിച്ചിട്ട് എന്താ ഈ സമയത്ത് ഇവിടെ? ഒന്നുമില്ല റസൂലുള്ളാഹി, കുറേ കടങ്ങളുണ്ട്, ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞു കൊടുത്തല്ലോ, നീ ഇങ്ങനെ ഈ കടങ്ങൾ വിടാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു പ്രാർത്ഥന പറഞ്ഞു കൊടുത്തല്ലോ. മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു മിനൽ അജ്സി വൽ കസിൽ വഅഊദു മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു മിനൽ ഗലബത്തിദ്ദൈൻ വഖരിജാൽ. ആ സഹാബി അത് പ്രാർത്ഥിച്ചു എന്നാ. ആ പ്രാർത്ഥന കേട്ടു. കുറച്ച് കഴിഞ്ഞ് പിന്നീട് ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ ചോദിച്ചു അൽഹംദുലില്ലാഹ്. അപ്പോൾ ഇത്
ഏത് ലോകത്തുള്ള ഏത് മലയാളിയായ അല്ലെ ഇന്ത്യക്കാരനായ അല്ലെ ഏത് മനുഷ്യനുള്ളൊരു അവസരമാണ്. തൻ്റെ മനസ്സിനെ പാകപ്പെടുത്തുകയും തനിക്ക് ഈ ജീവൻ നൽകിയ, തനിക്ക് ഈ സംരക്ഷണം നൽകിയ, തനിക്ക് ഈ സൗന്ദര്യം നൽകിയ, തനിക്ക് ഈ വിദ്യാഭ്യാസം നൽകിയ, സമ്പത്ത് നൽകിയ ആ നിയന്താവായ പടച്ച തമ്പുരാനോട് നേരിട്ട് സംവദിക്കാൻ കിട്ടുന്ന ഒരു അവസരത്തെ ഉപയോഗപ്പെടുത്തിയാൽ അവൻ്റെ മനസ്സിലുള്ള തേട്ടങ്ങളെ കാണാതെ പോകില്ല പടച്ചവൻ. അത് ഹക്കാണ്, അത് സത്യമാണ്. പക്ഷേ അതിന് നമ്മൾ തയ്യാറുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് നമ്മളൊന്നും ഇതിലേക്ക് ഇറങ്ങി ചെല്ലുന്നില്ല എന്നുള്ളതാണ് അല്ലേ? എക്സാക്ട്ലി. ഇതിൽ ഒരുപാട് അവസരങ്ങളുണ്ട്, അതിലേക്കൊന്നും ഇറങ്ങി ചെല്ലുന്നില്ല. നമ്മൾ നമ്മളുടേതായ ഒരു ഒഴുക്കിലിങ്ങനെ പോവുകയാണ്. എല്ലാവരും അയാൾ ഓടുന്നു, ഞാനും ഓടുന്നു. ജബ്ബാർ സാഹിബ്, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ രണ്ടാളും 25 വയസ്സുള്ള ചെറുപ്പക്കാരാണ്. പക്ഷെ ഞാൻ 36 കൊല്ലമായി സൗദി അറേബ്യയിൽ. 25 വയസ്സാണ്, 36 കൊല്ലമായി. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും പോസിറ്റീവിനെ തേടിയുള്ള യാത്രയാണ്. നമ്മളെ മുമ്പിൽ വരുന്ന പിശാച് നമ്മളെ വഴിവെപ്പിക്കാൻ ശ്രമിക്കും, ഇബ്ലീസ് നമ്മളടുത്ത് കടന്നുകൂടും. അപ്പോൾ ഉപ്പരോട് പറയും നമ്മൾ ആയിട്ടില്ല, ജസ്റ്റ് വെയിറ്റ്, ഐ ഹാവ് ടു ഡു സംതിങ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ജീവിതത്തെ ഒരു പുഷ്ഫുൾ പ്ലെയിനാക്കി നല്ലതിനെ തേടി അത് മനസ്സിനും അതുപോലെ തന്നെ നമ്മുടെ ചിന്തകളെയും ഒക്കെ പോസിറ്റീവായ വിധാനത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അവിടെ ഞാൻ മനസ്സിലാക്കുന്ന ഈമാനിൻ്റെ കണിക, അതായത് ഫലസ്തീനിലെ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് സ്വർഗം സ്വപ്നം കാണുന്നവർക്ക് എന്ത് വെടിയുണ്ട, എന്ത് തോക്ക്, അവർ കല്ലും ഇത് വെച്ചുകൊണ്ട് അതാണ് അവരുടെ ജീവിതം. രാജ്യം വിട്ടു പോകാൻ പറഞ്ഞു, നിങ്ങൾ തുറന്നു തരാം, നിങ്ങൾ കടന്നു വരൂ. പക്ഷേ വേണ്ട, ഞങ്ങൾ ഇബ്ബുൽ വതൻ മിനൽ ഈമാൻ, ഞങ്ങൾ ജനിച്ച ഞങ്ങളെ മണ്ണ്, അള്ളാഹിൻ്റെ റസൂൽ വന്ന് നിസ്കരിച്ച മക്ക പോലെ മദീന പോലെ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിത്ത് ഞങ്ങളുടെ അള്ളാഹുവിൻ്റെ ഭവനമാണ്. ആ ഫലസ്തീൻ്റെ മോചനത്തിനു വേണ്ടി ഞങ്ങൾ ഷഹീദാവാൻ എന്ന് പറയുന്ന ഒരു കൂട്ടരെ കാണുമ്പോഴാണ് ലോകത്തിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കേണ്ടത്. അവിടെയാണ് ഒരു വിശ്വാസി, അവിടെയാണ് ഒരു മലയാളി, അവിടെയാണ് ഒരു മനുഷ്യൻ്റെ ഇസ്സത്തും ഈമാനും അളക്കപ്പെടേണ്ടതെന്നാണ് എൻ്റെ ഒരു ചെറിയ വിശ്വാസം. ഇപ്പം ഞാൻ ഇപ്പോൾ സാന്ദർഭികമായി പറയുകയാണ്, ഇപ്പോൾ നമ്മൾ പോരുന്ന വഴിക്ക് പിന്നെ ലത്തീഫ് സാഹിബിൻ്റെ കുടുംബത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, മോളുടെ കാര്യം പറഞ്ഞു. അപ്പോഴൊക്കെ ഉദാഹരണം പറഞ്ഞത് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. സത്യം. എന്തെന്നറിയോ, നമ്മളെ ചുറ്റും നമുക്ക് അള്ളാഹു നല്ല സൗന്ദര്യം തന്നു, കണ്ണ് കാണാത്ത, കാലില്ലാത്ത, വികലാംഗനായ, കൈയില്ലാത്ത, മന്ദബുദ്ധിയായ, അഗതികളും അനാഥരുമായ, ഒറ്റപ്പെട്ടു പോയ യത്തീമുകളെ സൃഷ്ടിച്ച പടച്ചവൻ നമുക്ക് തന്ന ഇൽമ്, റബ്ബി സിദ്നി ഇൽമ, നമുക്ക് തന്ന സൗകര്യം, അല്ലാഹുമ്മ ഹസ്സിൻ ഹൽക്കി കമാ ഹസൻ തഹൽക്കി, നമുക്ക് തന്ന അവസരങ്ങൾ. ഇപ്പോൾ അത് എവിടെയോ കടന്ന ഒരു ഗ്രാമത്തിൽ, കറണ്ടില്ലാത്ത, വെളിച്ചമില്ലാത്ത തെച്ചി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് എന്നെ സൃഷ്ടിച്ച റബ്ബ് സൗദി അറേബ്യയിൽ കൊണ്ടുവന്നു. പീസ് ലോകത്തെ മുഴുവനും മലയാളികൾക്ക് ഈ പീസ് റേഡിയോയുടെ സ്റ്റുഡിയോയിൽ ഇവിടെ എത്തിച്ചെങ്കിൽ അള്ളാഹു നമുക്ക് തരുന്ന അവസരങ്ങൾ അല്ല, ഞാൻ നിനക്ക് അവസരങ്ങളെ തേടി വരുമ്പോൾ നമുക്ക് തരുന്നുണ്ടെങ്കിൽ നീ അതിനെ ഉപയോഗപ്പെടുത്താൻ തയ്യാറുണ്ടോ എന്ന് ചോദ്യമാണ്. ഞാൻ റെഡിയാണ്, സമീന വാത്തേന, അനുസരിക്കാൻ ഞാൻ റെഡിയാണ് റബ്ബേ, നിന്റെ വിളിക്കുത്തരം നൽകാൻ, നീ എവിടെ വിളിച്ചാലും എന്ന് പറയുന്ന ഒരു വിശ്വാസി ഉണ്ടല്ലോ, അവനാണ് സ്വർഗം സ്വപ്നം കാണാൻ കഴിയാന്ന് പഠിച്ചോ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അള്ളാഹു തീരുമാനിച്ചേ നടക്കുള്ളൂ 100%. പിന്നെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഡെയിലി പ്രാർത്ഥിക്കുന്നത് അതെ, ആ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ മനസ്സും ശരീരവും നമ്മൾ അള്ളാഹുവിന് മുമ്പിൽ സുജൂദ് ചെയ്ത് തേടിയാൽ ആ തേട്ടം പഠിച്ചോ. യാതൊരു സംശയവും വേണ്ട, ഞാൻ പറഞ്ഞേ 500 കഞ്ഞിക്കും വന്നവനാ ഞാൻ. അന്ന് 500 റിയാൽ ശമ്പളവും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും. ഇന്ന് എനിക്ക് അഭിമാനം തോന്നുന്നതാ, ഞാൻ എൻ്റെ കമ്പനിയിൽ 36 വർഷങ്ങൾക്ക് വരുമ്പോൾ ഞാനൊരു ഗാർഡനറാ, ഒരു ലേബർ. പക്ഷേ എൻ്റെ പ്രാർത്ഥന സഭ സ്വീകരിച്ചു. 4-5 വർഷം കഴിഞ്ഞപ്പോൾ എന്നെ കമ്പനി ടീം ലീഡറാക്കി മാറ്റി. 5-8 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ ഗ്രൂപ്പ് ലീഡറായി ഫ്രഞ്ച് മാനേജ്മെൻറ്റിൽ. 12 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഫോർമാനായി. 18 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ സൂപ്പർവൈസറായി. ഇപ്പം ഞാൻ ചീഫ് ഓഫ് മെയിൻ്റനൻസ് ആണ്. എന്ന് പറഞ്ഞാൽ എഞ്ചിനീയർ. നമ്മൾ അല്ല, അത് നമ്മൾ എൻ്റെ പ്രാർത്ഥനയായിരുന്നു. ഞാൻ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഞാൻ വന്നു, ഞാൻ പെട്ടു. പക്ഷേ വീണത് വിദ്യയാക്കാൻ വേണ്ടി ഒരു കാര്യമല്ല. വീണത് വിദ്യയാക്കാൻ ഞാൻ പത്രപ്രവർത്തകനായ, രാഷ്ട്രീയ പ്രവർത്തകനായ, സാമൂഹ്യ പ്രവർത്തകനായ, സന്നദ്ധ പ്രവർത്തകനായ, ഞാൻ എന്നും അറിയപ്പെടാൻ ആഗ്രഹിച്ച ഒരു ട്രേഡ് യൂണിയൻ ലീഡറായ, PLC നിയമങ്ങൾ പഠിച്ച ഞാൻ, ഒന്നുമല്ലാത്ത ഒരു പൂന്തോട്ടത്തിൽ വെള്ളമടിക്കുന്ന ഒരു നഴ്സറിയിൽ ചെടിയെടുക്കുന്ന ആളാണെങ്കിൽ ഇന്ന് അതേ കൊട്ടാരത്തിൽ എഞ്ചിനീയറായി ചീഫ് ഓഫ് മെയിൻ്റനൻസ് ആയി ജോലി ചെയ്യാൻ കഴിയുന്നതാണ്. ഇറ്റ് അൽഹംദുലില്ലാ. അത് പടച്ചോൻ എനിക്ക് വന്ന സൗഭാഗ്യം. ഞാൻ എൻ്റെ മോൻ അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA ഹ്യൂമൻ റിസോഴ്സ് HR കഴിഞ്ഞു മിനിഞ്ഞാന്ന് ഇറങ്ങി. ആഷിഖ് മുഹമ്മദ് എൻ്റെ മകൻ. എനിക്ക് 3 മക്കളാണ്. എൻ്റെ മൂത്ത മകള്
MA സൈക്കോളജി. അവളും ഫറൂഖ് കോളേജിൽ പഠിച്ചു, പിന്നെ അലിഗഡ് പോയി, ഇപ്പോൾ ബ്രിട്ടീഷ് ഇന്റർനാഷണൽ സ്കൂളിൽ ജോലി ചെയ്യുന്നുണ്ട്. അരീക്കോട്ടേക്കാണ് കല്യാണം കഴിച്ചത്. അമൽ എന്നറിയും. എൻ്റെ ഭാര്യ എഞ്ചിനീയറാണ്, 32 വർഷമായി. അല്യാസ്മിൻ ഇന്റർനാഷണൽ സ്കൂളുണ്ട്. നമ്മൾ മുമ്പ് അബ്ദുൽ വഹാബിന്റെ സ്കൂളായിരുന്നു. അവിടുത്തെ വൈഫ് അവിടുത്തെ സ്കൂളിലെ സൂപ്രണ്ടാണ്. ഈ മകനോട് ഞാൻ പറഞ്ഞു, മോനെ വാപ്പക്ക് ഒരു പിന്നെ ചീഫ് ഓഫ് എഞ്ചിനീയർ 36 കൊല്ലെടുത്തു, അതുകൊണ്ട് നീ വരുമ്പോൾ MA HR PR ഒക്കെ കഴിഞ്ഞല്ലേ, ഒരു മാനേജറായിട്ട് തന്നെ നീ വരണമെന്ന് എൻ്റെ ഒരു സ്വപ്നം ആഗ്രഹമാണ്. അത് പേടിക്കേണ്ട ഉപ്പ, ഞാൻ മാനേജറൽ പോസ്റ്റിൽ തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ചെറിയൊരു മകളുണ്ട് ഷൈമ, കുറച്ചൊരു അസുഖം, മാനസിക പ്രയാസങ്ങൾക്ക് പ്രത്യേകം ദുആ ചെയ്യണം. കാരണം എന്താ അറിയോ, നമ്മളൊക്കെ അത്ഭുതപ്പെടുന്നത് നമ്മളെ രാത്രിയുടെ അന്ത്യയാമങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഒരു ചെറിയ മകൾക്ക് ഒരു മാനസിക പ്രയാസം വന്നപ്പോൾ, അസുഖം വന്നപ്പോൾ നമ്മൾ എത്രത്തോളം ഭയപ്പെട്ടെങ്കിൽ, ഒന്നും കാണാൻ കൊള്ളാത്ത ഒരു സൗന്ദര്യവുമില്ലാത്ത 10,000-ങ്ങളെ സൃഷ്ടിച്ചവൻ, ഓരോ സെക്കൻഡിലും വെടിയേറ്റ് പലസ്തീനിൽ മരിക്കുന്ന കുട്ടികൾ, നമ്മളെ നാട്ടിലുള്ള അഗതികളും അനാഥരും മന്ദബുദ്ധികളും ഒറ്റപ്പെട്ടു പോയ യതീമായ സംരക്ഷിക്കാനുമില്ലാത്ത വാടക വീട്ടിൽ താമസിക്കുന്ന പഠിക്കാൻ സൗകര്യവും ഫീസുമില്ലാത്ത 10,000-ങ്ങളെ സൃഷ്ടിച്ച പടച്ചവൻ ഇവരോടൊക്കെ ഔദാര്യം കാണിക്കുന്നുണ്ടല്ലോ. പിന്നെ നമ്മളെ മക്കളെ ഒന്നുമല്ല, അത് നമ്മളെ സ്വർഗം കിട്ടാൻ, എൻ്റെ ഭാര്യയ്ക്ക് ഒരു പക്ഷേ സേവനത്തിന് മാതൃക കിട്ടാൻ അള്ളാഹു കൊടുത്തൊരു സൗദാര്യമായിരിക്കും. കാരണം ആ കുട്ടിനെ സ്നേഹിച്ച്, ആ കുട്ടിയെ പഠിപ്പിച്ച്, ആ കുട്ടിക്ക് മുമ്പിൽ ക്ഷമയോടുകൂടി നിന്ന് കഴിഞ്ഞാൽ ദുഖുലൂഫിൽ ജന്നത്തി ബിറഹ്മത്തില്ല, എൻ്റെ ഔദാര്യം കൊണ്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയിക്കോളൂ എന്ന് പറയുന്ന ആ വാഗ്ദത്തം ചിലപ്പോൾ സ്വീകരിക്കാൻ നമുക്കല്ല അവസരം തരാണോ? ആ പ്രാർത്ഥനയിലാണ് ഞാൻ എപ്പോഴും റബ്ബി, എൻ്റെ വിജയത്തിന് പിന്നീട് എൻ്റെ ഭാര്യയുടെയും എൻ്റെ മക്കളുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനയുണ്ട്. കാരണം നമ്മൾ എപ്പോഴും റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാത്തിനാ ഖുർറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖിന ഇമാമ ആമീൻ റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുരിയതൻ തയ്യിബതൻ ഇന്നക അൻത സമീഉ ദുആ എന്ന പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇത് പടച്ചോൻ കേൾക്കുന്നുണ്ട്. കണ്ണ് നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് അള്ളാഹ് കേൾക്കാതിരിക്കില്ല. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോടാണ്, പിന്നെ ലത്തീഫ് സാഹിബ് ഇവിടെ ഇരിക്കുന്നുണ്ട്, ലത്തീഫ് സാഹിബിനെ ഇരുത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, നമ്മളൊക്കെ ആത്മാർത്ഥമായിട്ടുള്ളൊരു പ്രാർത്ഥന അദ്ദേഹത്തിനും കുടുംബത്തിനും വേണ്ടി നടത്തണം എന്നുള്ളത് ഇതൊരു വസിയത്തായിട്ട് സ്വീകരിക്കണം. ഇൻഷാ അല്ലാഹ് നമുക്കിനി അടുത്ത ഒരു ഏരിയയിലേക്ക് പോകുന്നത്, ഇവിടെ നമ്മൾ കാണുന്ന പിന്നെ മിക്കവാറും പല കേസുകളും നമ്മൾ നാട്ടിൽ നിന്ന് ഹൗസ് ഡ്രൈവർ വിസയിൽ ഇങ്ങോട്ട് വരും. ഇവിടെ വന്നതിന് ശേഷം അറബി പറയും, ലൈസൻസ് ഒന്നും വേണ്ട, നീ വണ്ടി ഓടിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വണ്ടി ഓടിച്ചിട്ട് അപകടങ്ങൾ വരുത്തി വലിയ കേസിൽപ്പെട്ട ആളുകളെ കാണാൻ പറ്റും. അപ്പോൾ ഒരാളിങ്ങനെ ലൈസൻസ് ഇല്ലാത്ത ഒരാൾക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, ലൈസൻസ് ഇല്ലാത്ത വണ്ടി ഓടിക്കാൻ നിർബന്ധിത ആവേണ്ടി വന്നു കഴിഞ്ഞാൽ അവൻ ചെയ്യേണ്ട ഒരു പിന്നെ എന്താണ് എന്നുള്ളതും, ഇനി അഥവാ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് അതിൽ നമ്മൾ ശരിക്കും സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. അതായത് നമ്മളെ സംബന്ധിച്ച് ചിലപ്പോൾ വന്ന് ഒരു 3 മാസം പ്രൊബഷണറി പീരീഡ്, ചിലപ്പോൾ ഇക്കാമയും ഉണ്ടാവില്ല, ലൈസൻസും ഉണ്ടാവില്ല, ഒന്നും സൗദികൾ സ്വദേശികൾ തന്നോളൂ. അതിൻ്റെ കാരണം സൗദി ഗവൺമെൻറ്റും ഇന്ത്യ ഗവൺമെൻറ്റും ഇന്റർനാഷണൽ ലേബർ ലോ അനുസരിച്ച് 90 ദിവസത്തെ പ്രൊബഷണറി പീരീഡാണ്. ഈ പീരീഡിൽ അവർ നോക്കുകയാണ് ഇവൻ എങ്ങനെയുണ്ട്, ഇവൻ്റെ സ്വഭാവം എങ്ങനെയുണ്ട്, ജോലി എങ്ങനെയുണ്ട്, സത്യസന്ധനാണോ, വിശ്വസ്തനാണോ, മാന്യനാണോ, ദേശക്കാരനാണോ എന്ന് നോക്കാനുള്ള അവകാശം ഓൽക്കുണ്ട്. നമുക്കുണ്ട്. ഇയാളെ കൂടെ നിൽക്കാൻ പറ്റുമോ, പറ്റൂല, ഇല്ലേ, 90 വേണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു പോവാം. പിന്നെ ലൈസൻസ് തരാതെ വണ്ടി ഓട്ടാൻ പറഞ്ഞാൽ സൂക്ഷ്മതയോടുകൂടി ഒരു ദിവസമോ ഒരാഴ്ചയോ ഒരു മാസം ഒന്നും ഓടുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ നിയമം എല്ലാവർക്കും ബാധകമാണ്. അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ 6 കൊല്ലമായി സൗദിൻ്റെ കൂടെ ജോലി ചെയ്യുക, എനിക്ക് ലൈസൻസ് ഇല്ല ഈ 6 കൊല്ലമായിട്ടെങ്കിൽ അത് ഞാൻ കുറ്റക്കാരനാണ്. എംബസി അറിയിച്ചോ? ഇല്ല. തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തോ? ഇല്ല. ഒരു സാമൂഹ്യ പ്രവർത്തകരെ അറിയിച്ചോ? ഇല്ല. പോലീസ് സ്റ്റേഷനിലോ വക്കീലിനെ അറിയിച്ചോ? ഇല്ല. ഒരു ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ സൗദി പറയും, സ്വദേശിയായ ആരാണെങ്കിലും അയാൾ കമ്പനിക്കാർ പറയും അനമാഫി മസൂൽ, 6 കൊല്ലം ഞാൻ മസൂലാണെന്ന് പറഞ്ഞാൽ കൈയെടുക്കും. ഇതിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത് ലൈസൻസിന് വലിയ പൈസ ഒന്നും വരില്ല. പക്ഷേ ആ വന്നിരിക്കുന്ന വീട്ടിലെ ആ ഗ്രഹനാഥൻ്റെ അവസ്ഥ, മാനസികാവസ്ഥ, കുടുംബാവസ്ഥ, സാമ്പത്തികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. കാരണം ജീവിതം ഒരു പുഷ്പുൾ ട്രെയിനായിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചിലപ്പോൾ ഓട്ടുന്നത് നല്ല വണ്ടിയായിരിക്കും, GMC ആയിരിക്കും, എനിക്ക് കിട്ടിയിരിക്കുന്നത് ടൊയോട്ട ആയിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ 10 മണിക്കൂറേ ജോലി ഉണ്ടാവുള്ളൂ, നല്ല AC ഉള്ള റൂമും ഫുഡും ഉണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം 12 മണിക്കൂറായിരിക്കും ജോലിക്ക്, 8 മക്കളുണ്ടാവും, 5 മക്കളെ സ്കൂളിൽ കൊണ്ട്, ഭാര്യ മക്കൾ. ഇത് നമ്മൾ പരസ്പരം താരതമ്യം ചെയ്യാൻ പോകരുത്. അപ്പോൾ അതുകൊണ്ട് കമ്പയർ ചെയ്യാൻ നമ്മൾ പോയാൽ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, പിന്നെ പല രീതിയിലുള്ള ആളുകളെയും കാണുമ്പോൾ ഒരിക്കലും ഉണ്ടാവില്ല, അവൻ്റെ അത്ര സൗകര്യം എനിക്കില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യും, നമ്മളുടെ അടുത്ത് പരാതി വരുന്നോട് ഞാൻ ചോദിക്കും, എനിക്കിങ്ങനെ വലിയൊരു പ്രശ്നം, ഞാൻ ആദ്യം ചോദിക്കും, ഇന്നലെ വന്നതാ? അല്ല. ഇനി വന്നിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ? അല്ല. 1 കൊല്ലം 8 മാസമായി.
അപ്പോൾ എന്നിട്ടിപ്പോൾ എൻ്റെ പ്രശ്നം എന്താ, അല്ല വീട് ശരിയില്ല, അപ്പോൾ ഈ 1 കൊല്ലം 8 മാസം എനിക്ക് എന്താ വീട് ശരിയായിരുന്നോ? അപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം ഇവന് 4 മാസമേ ബാക്കിയുള്ളൂ, വേറെ എവിടുന്നോ നല്ലൊരു ഓഫർ കിട്ടിയിട്ടുണ്ട്, ജോലി മാറാം. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ, അവനെ എതിർക്കരുത്, പക്ഷേ തല്ലുകയും തലോടുകയും വേണം. അവനോട് പറയണം നിൻ്റെ കോൺട്രാക്ട് പൂർത്തിയാക്കണം, 24 മാസം കഴിയാതെ നിനക്ക് പോകാൻ പറ്റൂല. ലൈസൻസ് ഇല്ലെങ്കിൽ നമുക്ക് എംബസിയിൽ നിന്ന് ഒരു ഫോൺ ചെയ്താൽ ഞങ്ങൾ സാമൂഹ്യ പ്രവർത്തകരാൾ വന്ന് കണ്ട് സംസാരിച്ചാൽ എനിക്ക് ലൈസൻസ് കിട്ടും, അത് ഞങ്ങൾ വാങ്ങിത്തരാം എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കാനാണ് ആത്മാർത്ഥമായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത്. നിയമം വിരുദ്ധമായി സൗദി അറേബ്യയുടെ നിയമത്തെ ലംഘിച്ചുകൊണ്ട് ലൈസൻസ് ഇല്ലാതെ, ഇൻഷുറൻസ് ഇല്ലാതെ, റുക്സ ഇല്ലാതെ ഒരിക്കലും നമ്മൾ വണ്ടി ഓട്ടി സ്ഥിരമായിട്ട് പോകരുത്. പിന്നെ അയാളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു ദിവസം, ഒരാഴ്ച, 1 മാസമൊക്കെ ജോലി ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം ലൈസൻസ് എടുത്ത് തരും. പക്ഷേ അപ്പോൾ നമ്മൾ ആലോചിക്കണം, എന്തെങ്കിലും അപകടം സംഭവിച്ചില്ലല്ലോ, എപ്പോഴും സംഭവം. അപ്പം നമ്മൾ അദ്ദേഹത്തോട് പറയണം. അപ്പം പറയും അന മസൂൽ എന്നൊക്കെ പറയും, പക്ഷെ ആ വിവരം നമ്മൾ രേഖാമൂലം എംബസിയെയോ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനോ ലേബർ ഓഫീസിനെയോ നമ്മൾ അറിയിച്ചിരിക്കണം. അപ്പോൾ അതൊരു തെളിവ്. ലേബർ കോർട്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആക്സിഡൻ്റ് ആയാൽ കോടതിക്ക് പറയാൻ പറ്റുന്ന എനിക്കറിയാം പരാതി കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ സൗദി കോടതിൻ്റെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ആര് പരാതി കൊടുത്താലും അത് കോടതി സ്വീകരിക്കും. ഡൊമസ്റ്റിക് വർക്കേഴ്സിൻ്റെ പ്രത്യേകിച്ച് ഹൗസ് ഡ്രൈവർമാരും ഗദ്ദാമ്മമാരെയും ഈ ആടിനോട്ടത്ത് നോക്കുന്ന ഇവരെയൊക്കെ പരാതി പെട്ടെന്ന് വരും. അതിൻ്റെ സെക്ഷൻ വേറെയാ. ലേബർ ഓഫീസും ലേബർ കോർട്ടും മാക്കമൽ അമാലിയെ പോലെ അല്ല. ഡൊമസ്റ്റിക് വർക്കേഴ്സിൻ്റെ പ്രശ്നങ്ങൾ പെട്ടെന്ന് HR ഡിപ്പാർട്ട്മെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലൂടെ പെട്ടെന്ന് ഒരാഴ്ചക്കുള്ളിൽ, 2 ആഴ്ചക്കുള്ളിൽ, 1 മാസത്തുക്കുള്ളിൽ പരിഹരിക്കാനുള്ള സംവിധാനം ഇവിടെ ഓൾറെഡി ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് പുഷ്പുൾ ട്രെയിൻ, അതായത് ഒരു പരാതി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥയും കൂടി മാനസികാവസ്ഥ, നമ്മളിപ്പോൾ ഒരു മനുഷ്യനാണല്ലോ അയാളും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ അദ്ദേഹത്തിൻ്റെ വരുമാനം എല്ലാം കേട്ടതിന് ശേഷം നമ്മൾ ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഇനി ഒരു ഏരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, ഇവിടെ പ്രവാസികളായിട്ട് വരുന്ന കുടുംബങ്ങളായിട്ട് ജീവിക്കുന്ന ആൾക്കാർ വളരെ കുറഞ്ഞ പെർസെൻറ്റേജ് ഉണ്ടാവുള്ളൂ. മിക്കവാറും ആളുകൾ ഒറ്റയ്ക്ക് പ്രവാസത്തിൽ വന്ന് ബാക്കിയുള്ള ആളുകളുടെ കൂടെ ഒരുമിച്ച് ജീവിച്ചു പോകുന്നതിലിടക്ക് ചിലപ്പോൾ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി മരണപ്പെടും. റൂമുകളിൽ ഒറ്റപ്പെട്ട് മരണപ്പെടുന്ന അങ്ങനത്തെ അവസ്ഥയിൽ മരിച്ച ആൾക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾ ഇപ്പം ചിലപ്പോൾ ആരും ഉണ്ടാവില്ല, അവർ റൂംമേറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അവരൊക്കെ ചെയ്യേണ്ട പ്രാഥമിക കാര്യങ്ങൾ എന്തൊക്കെയാണ് മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ? ഇതിൽ ശരിക്ക് ജബ്ബാർ സാഹിബേ, നമ്മുടെ സാമൂഹ്യ ബാധ്യത എന്ന് പറയുന്ന ഫർള് കിഫയായ ഒരു കാര്യമാണ്. അപ്പോൾ അത് മരിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ബാധ്യത ഉണ്ട്. അതാ ഞാൻ എല്ലാവരോടും പറയലുണ്ട്, ബാച്ചിലേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഒറ്റക്കാണോ റൂമിൽ കിടക്കുമ്പോൾ ഡോർ ലോക്ക് ചെയ്യലുണ്ടോ, കാര്യങ്ങളുണ്ടോ, നിങ്ങളെ പാസ്പോർട്ടിൻ്റെ കോപ്പി, കാമൻ്റെ കോപ്പി ഭാര്യയുടെ കയ്യിൽ നാട്ടിലുണ്ടോ, അല്ലെങ്കിൽ കൂട്ടുകാരുടെ കയ്യിലുണ്ടോ, നമ്മൾ ചോദിക്കാറുണ്ട്. അത് അസ്വാഭാവികമായ ഒരു മരണമാണെങ്കിലാണ് കോംപ്ലിക്കേഷനിലേക്ക് പോവുക. ഒരു ആത്മഹത്യയാണോ, കൊലപാതകമാണോ, അല്ലെങ്കിൽ പെട്ടെന്നുള്ള മരണം, റൂമിൽ വെച്ച് മരിച്ചു, സംശയത്തിന് ഇടവരികയാണെങ്കിൽ അത് സൂക്ഷിക്കേണ്ട. സ്വാഭാവികമായ മരണമാണെങ്കിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പരാതി കൊടുക്കണം. മരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ആൾ മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ സ്വാഭാവികമായിട്ടും, അല്ലെങ്കിൽ 997 വിളിച്ചാൽ റെഡ് ക്രസിനെയോ റെഡ് ക്രോസിനെയോ അല്ലെങ്കിൽ ഗ്രീൻ ക്രിസൻറ്റിനെയോ വിളിച്ചു കഴിഞ്ഞാൽ, ദൗര്യാത്തിൻ്റെ പോലീസിനെയോ 999 വിളിച്ചാൽ അവർ ആ സെക്കൻഡിൽ വരും. ഓ ഡോക്ടർ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നിന്നുകൊണ്ട് നമ്മൾ പറയാം അങ്ങനെ ഒരാൾ റൂം ലോക്ക് ചെയ്തിട്ടുണ്ട്, തുറക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവരപ്പോൾ 5 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും. കാരണം സൗദി അറേബ്യയുടെ ദൗര്യാത്ത്, സുർത്തത്തുൽ അസ്കരിയ, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വളരെ ആക്റ്റീവാണ്. കാരണം അവർ കാത്തിരിക്കുകയാണ്. അവർ നല്ല രസമാണ് അവർ വരുന്നത് കാണാൻ വേണ്ടിയിട്ട്. അവരുടെ അടുത്ത് ഡോക്ടർമാരുണ്ടാവും, ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടാവും, അവരുടെ നഴ്സുമാരുണ്ടാവും, എല്ലാം. അങ്ങനെ അറിയിച്ചു കഴിഞ്ഞ് റെക്കോർഡാക്കി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഡ്യൂട്ടിയാണ് അവനെ സുമേഷ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ, ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ, പ്രാഥമിക ചികിത്സ അവിടെ വെച്ച് കൊടുക്കാൻ പറ്റുമോ, മരിച്ചു എന്ന് ഉറപ്പ് വരുത്താൻ പറ്റുമോ. അതോടുകൂടി എന്താണ് ആ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള ആദ്യത്തെ ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഇവിടെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ പറയും മയ്യത്ത് നാട്ടിൽ കൊണ്ടുപോകണമെന്ന് ഒരാഗ്രഹം പറയും. അത് അല്ല, എവിടെ മരിച്ചു അവിടെയാണ് കവറെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതിന് കുറേ ചട്ടവട്ടങ്ങളുണ്ട്. അതും അത്ര വലിയ ഒരു വലിയ ആനക്കാരി എന്നൊക്കെ പറയുന്നത് ഒന്നുമല്ല. ഇരുന്നു കൊണ്ട് മയ്യത്ത് നമുക്ക് കവറെടുക്കാൻ പറ്റും. കാരണം ഇപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ചൻ്റെ ഇക്കാമൻ്റെ കോപ്പിയും പാസ്പോർട്ടിൻ്റെ കോപ്പിയും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് വിളിച്ച് ഉമ്മയും വാപ്പയും ജീവിച്ചിരിക്കുന്നുണ്ടോ നോക്കുക, ഭാര്യയും മക്കളുണ്ടോ നോക്കുക. ഒരു 100 രൂപയുടെ മുദ്രപത്രം പേപ്പറിൽ ഞങ്ങളുടെ മകൻ സൗദി അറേബ്യയിൽ ഇന്ന സ്ഥലത്ത് ഇന്ന പാസ്പോർട്ട് നമ്പർ ഇക്കാമ നമ്പറുള്ള മകൻ മരണപ്പെട്ടിരിക്കുന്നു, അവൻ്റെ മരണത്തിൽ ഞങ്ങൾക്ക് സംശയങ്ങളൊന്നുമില്ല, ആ മയ്യത്ത് ദമാമിൽ കവറടക്കാൻ വേണ്ടി അബ്ദുൽ ജബ്ബാർ എന്ന പാസ്പോർട്ട് നമ്പർ, ഇക്കാമ നമ്പർ, മൊബൈൽ നാളെ ഞങ്ങൾ ചുമതലപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് വാപ്പയും ഉമ്മയും ഒപ്പിട്ട് ഭാര്യയും മക്കളും ഒപ്പിട്ട് 100 മുദ്രപത്രം വേണ്ടറിൽ ഒരു ഗസറ്റഡ് ഓഫീസർ സൈൻ ചെയ്ത് ടു ദി കോൺസുലേറ്റ് ഓഫ് ജിദ്ദ, ടു ദി എംബസി ഓഫ് ഇന്ത്യ, ഡെത്ത് 6 എന്ന്
എന്ന് പറഞ്ഞ ഒരു മെയിൽ അയച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ പവർ ഓഫ് അറ്റോണി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ പവർ ഓഫ് അറ്റോണിയും ഈ ഒറിജിനൽ ഇക്കാമയും പാസ്പോർട്ടിൻ്റെ കോപ്പിയും തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ ഈ മയ്യത്ത് ഏത് മോർച്ചറിയിലാണോ ഉള്ളത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡെത്ത് നോട്ടിഫിക്കേഷൻ കിട്ടും, പോലീസ് റിപ്പോർട്ടും കിട്ടും. ഇത് രണ്ടും അറബിയിലായിരിക്കും. അത് 10-30 റിയാൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞ് നേരെ ഇന്ത്യൻ എംബസി പോയാൽ ഈ മയ്യത്ത് കവറടക്കാനാണെങ്കിൽ അതിന് ഇഖ്വാനുൽ മദനി ജനനമരണം രജിസ്റ്റർ ചെയ്യുന്ന അവിടുന്ന് ഷഹാദ സർട്ടിഫിക്കറ്റ് കിട്ടാൻ കിട്ടും. എംബസി, കോൺസുലേറ്റ്, വിദേശകാര്യ മന്ത്രാലയം, എംബസി ഒരു കണിശത പുലർത്തുന്നുണ്ട്. വിദേശിയായ ആരും മരിച്ചാലും ആ മരിച്ച കമ്പനിയിൽ നിന്ന് അദ്ദേഹം എത്ര വർഷം ജോലി ചെയ്തു, അദ്ദേഹത്തിന്റെ ശമ്പള കുടിശ്ശിക, അദ്ദേഹത്തിന്റെ എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ്, അതിന്റെ ചെക്കോ ഡിഡിയോ കിട്ടാതെ മയ്യത്ത് കബറടക്കാനോ കയറ്റിയേക്കാനോ എംബസി ഒരിക്കലും നോ ഒബ്ജക്ഷൻ ലെറ്റർ തരില്ല. അതിന്റെ ഒരു കാരണം യെസ്, അവിടെ ചില ആളുകൾ ഞാൻ കണ്ട UP-ക്കാരും ബീഹാരികളൊക്കെ ധൃതി കാണിക്കും. ഞങ്ങളെ പപ്പയുടെ ഡെഡ് ബോഡി പെട്ടെന്ന് നാട്ടിലെത്തിക്കണം, പൈസയൊന്നുമല്ല ഞങ്ങളെ വിഷയം. പക്ഷേ ഇതിന് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അവരോട് വിളിച്ച് പറയും, നോക്കൂ 12,000 റിയാൽ 2 ലക്ഷം രൂപ കെട്ടിവെച്ചെങ്കിലേ ഈ ഡെഡ് ബോഡി നാട്ടിലെത്തൂ, നിങ്ങളതിൽ പൈസ ഉണ്ടോ? ആദ്യം ചോദിക്കും. ഇല്ല. അപ്പോൾ അതൊരു മുസ്ലിം അല്ലെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ടും തൻ്റെ പപ്പയുടെ തൻ്റെ ഡാഡിയുടെ മൃതദേഹം കാണണമെന്ന കുടുംബത്തിന് ആഗ്രഹം നമ്മൾ സാധിക്കും. നമ്മൾ പറഞ്ഞു ക്ഷമിക്കണം, നിങ്ങൾ ധൃതി വെക്കരുത്, അതിനൊരു അവസരം തരണം. കാരണം പണ്ടത്തെ പോലെ ഒന്നല്ല. ലോകത്ത് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിക്കോ ഒരു മരണ സർട്ടിഫിക്കറ്റ് 5 പൈസ കൊടുക്കാണ്ട് കിട്ടുന്നത്? ബർത്ത് സർട്ടിഫിക്കറ്റ് എവിടെയെങ്കിലും സൗദി അറേബ്യയിൽ ജനന മരണം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇഖ്വാനുൽ മദനിൽ നിങ്ങൾ പോയി അപേക്ഷ കൊടുത്താൽ നിങ്ങൾക്ക് നിമിഷങ്ങൾക്കകം അവിടുന്ന് ബർത്ത് സർട്ടിഫിക്കറ്റ് തരാണ് 5 പൈസ കൊടുക്കാതെ. മരണ സർട്ടിഫിക്കറ്റ് തരാണ് 5 പൈസയും വേണ്ട. ഗവൺമെൻറ് ചെയ്തിരിക്കുന്ന ഔദാര്യമാണ്. ഇവിടെ കവറടക്കാൻ 1 ഉറുപ്പ്യൻ്റെ ചിലവ് നമുക്കില്ല. മോർച്ചറിയിൽ ആ മയ്യത്ത് കുളിപ്പിക്കാൻ, അദ്ദേഹത്തിന് സുഗന്ധം പൂശാൻ, അദ്ദേഹത്തെ ചുമന്നു കൊണ്ടുപോകാൻ, അദ്ദേഹത്തിന് വേണ്ടി മണ്ണിടാൻ, ഖബർ ഒരു നയാ പൈസ പോലും കൊടുക്കാതെ ദിവസങ്ങൾക്കുള്ളിൽ ആ കാര്യങ്ങൾ ചെയ്യാൻ അത്രയും സൗഭാഗ്യമുള്ള ഒരു മണ്ണായി മണ്ണ് മാറിയിട്ട് അത് തിരിച്ചറിയണം നമ്മൾ. പരാതികൾ മാത്രം പോലെ ലക്ഷക്കണക്കിന് ആളുകളെ തീറ്റു പോകുമ്പോൾ പരാതികൾ സ്വാഭാവികമാണ്. എൻ്റെ കുടുംബത്തിലെ പ്രശ്നം പരിഹരിക്കാൻ എനിക്ക് പറ്റുന്നില്ല, എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും പ്രശ്നങ്ങൾ, പിന്നലെ ലോകത്തിൻ്റെ പ്രശ്നം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ കവറടക്കാൻ തീരുമാനിച്ചാൽ ഒരു പവർ ഓഫ് അറ്റോണി വന്ന് ഡെത്ത് നോട്ടിഫിക്കേഷൻ കിട്ടി, പോലീസ് ക്ലിയറൻസ് കിട്ടി, ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യൻ എംബസി പോയി കഴിഞ്ഞാൽ മോർച്ചറിയിലേക്കും ഹോസ്പിറ്റലിലേക്കും കമ്പനിയിലേക്കും ഖബർസ്ഥാനിലേക്കുള്ള ആ ലെറ്റർ കിട്ടുന്നതോടുകൂടി കഴിഞ്ഞു. വെരി സിമ്പിൾ. ഇവിടെ ഒരു ദിവസം രാവിലെ മരിച്ച ആളുകളെ ഭയങ്കര ഇപ്പോഴും കൺഫ്യൂഷനാണ് നാട്ടിലൊക്കെ. സൗദിയാണ് മരണപ്പെട്ടാൽ പിന്നെ അതും ഭയങ്കര പ്രയാസം. ഒരിക്കലുമില്ല ജബ്ബാർ സാഹിബെ, സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വളരെ പക്ഷേ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എനിക്ക് ട്രാവൽ വാൻ വന്നപ്പോൾ ഈ ജഡ്ജിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് ആദ്യമൊക്കെ ഞാനും പേടിച്ചിരുന്നു, ഭയന്നിരുന്നു. പിന്നീട് ആ ജഡ്ജി വന്നത് ലത്തീഫെ ഇയാൾ വരേണ്ട ആവശ്യമില്ല, ഇനി നിനക്ക് എംബസി കേസിൽ ഇടപെടാനുള്ള അധികാരപത്രം തന്നിട്ടുണ്ട്, നീ വന്നാൽ മതി എന്ന് ജഡ്ജിയാണ് പറയണത്. ഇവിടെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും നമ്മളതിൻ്റെ നല്ല റെസ്പെക്റ്റ് ആണല്ലേ. മെയിൻ ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ പോയി കണ്ടാൽ ഭാഷ അറിയുമെങ്കിൽ പോലീസ് സ്റ്റേഷൻ ആവട്ടെ, മക്തബുൽ അമലാവട്ടെ, മഹ്കമയാവട്ടെ, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആയിക്കോട്ടെ, ഗവർണറേറ്റ് ആവട്ടെ, അമീർ കോടതി ആവട്ടെ, മിനിസ്ട്രി ഓഫ് ജസ്റ്റിസ് ആവട്ടെ, ലേബർ ഓഫീസോ ലേബർ കോർട്ടോ അപ്പീൽ കോർട്ടോ ഇംപ്ലിമെൻ്റ് കോർട്ടോ എക്സ്ക്യൂഷൻ കോർട്ടോ ക്രിമിനൽ കോർട്ടോ ജനറൽ കോർട്ടോ ആവട്ടെ, അവിടെ എല്ലാം ഓൺലൈൻ അപ്പോയിൻമെൻറ്റ് എടുത്ത് അബ്ഷീറിലൂടെ നമുക്ക് കയറി ചെന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ എല്ലാ പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കാനുള്ള വഴികൾ നമുക്ക് പറഞ്ഞു. നാട്ടിലൊന്നും ഇത് 1% നടക്കില്ല. ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ നമുക്ക് എത്ര സമയമാണ് ഒന്ന് വിളിച്ചു പറഞ്ഞ് ഓൺലൈനിൽ ടോക്കൺ എടുത്താൽ ആ ടോക്കൺ അവിടെ ചെല്ലുമ്പോൾ 5 നാട്ടിൽ ഒരു ദിവസം മെനക്കടാ. അവിടെ ചെന്ന് ടോക്കൺ എടുത്ത് ചെന്നാൽ തന്നെ അവിടെ വെയിറ്റ് ചെയ്യണം. ഭയങ്കര. അപ്പോൾ ഞാൻ മനസ്സിലായി സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ ഇപ്പം നല്ല ക്വാളിഫൈഡ് ആയ ഹൈലി ടാലന്റുള്ള ഉള്ള ആളുകളാണ് വരുന്നത്. പുതിയ തലമുറ. ഞാനൊക്കെ അത്ഭുതപ്പെടുന്നത്. ഞാനൊക്കെ ജോലി ചെയ്യുന്ന പാലസിൽ പ്രോട്ടോകോളിന്റെ ഓഫീസർമാരൊക്കെ കാണുന്നത് നല്ല ചെറുപ്പക്കാരായ 3 സ്റ്റാറുള്ള ഇംഗ്ലീഷൊക്കെ വെള്ളം പോലെ നല്ല ഈ ഭാഷ അറിയാന്നുള്ളത് നിങ്ങൾ പറഞ്ഞല്ലോ. ഇപ്പൊ ഭാഷ അറിയുന്ന ഒരു പ്രശ്നം വരില്ല കേട്ടോ, എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയുന്നത്. അതുകൊണ്ട് മരണത്തില് അസ്വാഭാവിക മരണമാണെങ്കിൽ, അതായത് ഹാർട്ട് അറ്റാക്ക് വന്നു, ആത്മഹത്യയോ കൊലപാതകമാണെന്ന് സംശയം ഉണ്ടെങ്കിൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ട് കിട്ടാതെ ആ ഡെഡ് ബോഡി കവറടക്കാൻ ഒരിക്കലും സൗദി ഗവൺമെന്റ് അനുവദിക്കും. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് വെറുതെ ഒന്നും എഴുതി തരുന്നില്ല. അവർക്ക് സംശയം, തീപ്പൊള്ളലേറ്റു, ഒരു ഗ്യാസ് സിലിണ്ടർ ഏറ്റു, ഒരു ആക്സിഡന്റ് ഉണ്ടായി, റൂമിൽ ഒറ്റക്കല്ല 2 ആളുണ്ട്, അവിടെ സംശയം ഉണ്ടെങ്കിൽ അവർ ആ ഫോറൻസിക് റിപ്പോർട്ട് കിട്ടുന്ന അത്രയും മെഡിക്കൽ റിപ്പോർട്ട് അവർ താമസിച്ചേ പറ്റൂ, വെയിറ്റ് ചെയ്തേ പറ്റൂ. അവർ സൗദി ഗവൺമെൻറ് നോ ഒബ്ജക്ഷൻ തന്നാൽ ഇന്ത്യൻ എംബസിയുടെ കോൺസുലേറ്റ് അനുവാദത്തോടു കൂടി നമുക്ക് മയ്യത്ത് കവറെടുക്കാനും നാട്ടിലേക്ക് അയക്കാനും നമുക്ക് സാധിക്കും.
അകാരണമായി ഭയപ്പെടേണ്ട ഒരാവശ്യവും മരണത്തിലോ പോലീസ് കേസിലോ ഇല്ല എന്നുള്ളത്. സൗദിയെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്നത് ആളുകൾ ഒരു വിഭാഗം അത് നോക്കൂ, അത് ലോകത്ത് പണ്ടേണ്ട്. ഇവിടെ ആളുകൾ പലതും, ഒന്നാം ലോക മഹായുദ്ധത്തിൽ എത്ര ആൾ മരിച്ചു, രണ്ടാം ലോക മഹായുദ്ധത്തിൽ എത്ര ആൾ മരിച്ചു, ഇതൊക്കെ കൊന്നതാരാ? അപ്പോൾ ഇതുപോലെയാണ് എല്ലാം. കുറ്റങ്ങൾ കണ്ടെത്താനും കുറ്റങ്ങൾ പറയാനും 1000 നാക്കുണ്ടാവും, പക്ഷേ നല്ലത് പറയാൻ കുറഞ്ഞ ആളുകളെ ഉണ്ടാവുള്ളൂ. പക്ഷേ സത്യത്തിനാണ് വിജയം. ആത്യന്തികമായ വിജയം. സത്യം വിജയിക്കുമെന്നും ധർമ്മം പുലരുമെന്നും നീതി ലോകം കാണുമെന്നും ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും. ലത്തീഫ് സാഹിബ്, നമ്മുടെ വിഷയങ്ങൾ കുറേ ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട, വളരെ വേണ്ടപ്പെട്ട വിഷയങ്ങളാണ് താനും. ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ തുടങ്ങണം. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മുടെ ലത്തീഫ് സാഹിബ് നമ്മളോട് പറഞ്ഞത്. ഇതിൻ്റെ ബാക്കി പ്രവാസികളായ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.